മഞ്ഞൾ കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും മഞ്ഞൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതിനും ഇടനിലക്കാരില്ലാതെ കാര്യക്ഷമമായി മഞ്ഞൾ സംഭരിക്കുന്നതിനും സംവിധാനം ഒരുക്കാൻ കൃഷി വകുപ്പ്. ഇതിനായി മഞ്ഞൾ അനുബന്ധ വ്യവസായ മേഖലയിലെ പ്രമുഖ കമ്പനിയായ സിൻഡേജ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രതിനിധികളുമായി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചർച്ച നടത്തി. ഉയർന്ന ഗുണനിലവാരത്തിലുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും കൃഷിയിടങ്ങളിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്നതിനും വഴി കർഷകർക്ക് മികച്ച വില ലഭിക്കുവാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഗുണനിലവാരമുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കർഷകർക്ക് ആവശ്യമായ പരിശീലനം കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകുമെന്നും മഞ്ഞളിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മഞ്ഞളിന്റെ ഗുണനിലവാരം അനുസരിച്ചും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിന്റെ അളവനുസരിച്ചും ഉയർന്ന വില കർഷകർക്ക് ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നും സിൻഡേജ് പ്രതിനിധികൾ പറഞ്ഞു. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗുണമേന്മയുള്ള വിത്തുകൾ നൽകുകയും ഫാർമർ പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷനുകൾ വഴി സംഭരിക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. കേര ക്ലൈമറ്റ് റെസിലിയൻസ് ആന്റി അഗ്രീവ് വാല്യൂ ചെയിൻ മോഡറേഷൻ പദ്ധതിയുമായി ഉൾപ്പെടുത്തിയുള്ള ഉൽപാദന സംഘം വഴിയാണ് പ്രവർത്തികമാക്കുന്നത്. സിൻഡേജ് പ്രതിനിധികളായ സുനിൽ എലിയസ്, സംസ്ഥാന വില നിർണയ ബോർഡ് ചെയർമാൻ ഡോക്ടർ പി രാജശേഖരൻ, അഡീഷണൽ ഡയറക്ടർമാരായ മീന ടി ഡി, രാജേഷ് കുമാർ MO, ജില്ലാ കൃഷി ഓഫീസർമാരായ സഞ്ജു സൂസൻ മാത്യു, നിംബ ഫ്രാങ്കോ EF, ബീന S, ഡെപ്യൂട്ടി ഡയറക്ടർമാർ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ലൈഫ് മലയാളം, കൊച്ചി.